ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചത്? ഓക്കെ, അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 വ്യക്തികളുണ്ട്, ഹരിയും അനസും. അവർ ഒരു ഫിക്സഡ് എമൗണ്ട് 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും നിക്ഷേപിച്ചു എങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അനസിന്, അതായത് കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച വ്യക്തിക്ക് 100 രൂപ രണ്ടാമത്തെ വ്യക്തിയേക്കാളും കൂടുതൽ കിട്ടുന്നു എങ്കിൽ ഇവർ നിക്ഷേപിച്ച തുകയാണ് കണ്ടെത്താനുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഒരു ഫോർമുല കാണാതെ പഠിക്കുക. ഫോർമുല ഏതാണ്? P × R/100 സ്ക്വയർ. ഓക്കെ, P × R/100 സ്ക്വയർ. ഈ ഫോർമുല എന്ന് പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ 2 വ്യക്തികൾ സെയിം എമൗണ്ട് ഒരേ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ അവർക്ക് കിട്ടുന്ന എമൗണ്ടുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് P × R/100 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് നിക്ഷേപിച്ചവരുടെ തിരിച്ചു കിട്ടുന്ന എമൗണ്ടുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് P × R/100 ഹോൾ സ്ക്വയർ. ഇതിൽ R എന്ന് പറയുന്നത് നമുക്കറിയാം പലിശ നിരക്കാണ്. P എന്ന് പറയുന്നത് എത്ര എമൗണ്ടാണോ ഡെപ്പോസിറ്റ് ചെയ്തത്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടാണ് P. റൈറ്റ്, അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് P ആണ്. റൈറ്റ്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. പലിശ നിരക്ക് നമുക്കറിയാം എത്രയാണ്? 10%. റൈറ്റ്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് P ആണ്. പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 100 രൂപയാണ്. റൈറ്റ്, അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കിട്ടുന്നത് ഇവയുടെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ D കിട്ടിയിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടെത്താനുള്ള P ആണ്. ഓക്കെ, അപ്പോൾ ഫോർമുല എഴുതുകയാണെങ്കിൽ P × R എന്ന് പറയുന്നത് 10, 100 അതുപോലെ എഴുതി, സ്ക്വയർ ഈക്വൽ ടു ഡിഫറൻസ് എന്ന് പറയുന്നത് 100 രൂപ. ഓക്കെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 0 0 ക്യാൻസൽ, റിമൈനിങ് വരുന്നത് P × 1/10 × 1/10 എന്ന് വരും. നമുക്ക് എങ്ങനെ എഴുതാം? P × 1/100 എന്ന് എഴുതാവുന്നതാണ്. റൈറ്റ്, 100. അപ്പോൾ P ഈക്വൽ ടു 100 × 100. റൈറ്റ്, 100 × 100 അതായത് 10,000. അതായത് ഈ 2 വ്യക്തികളും ഡിപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ C ആണ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇങ്ങനെ 2 വ്യക്തികൾ ഒരു ഫിക്സഡ് എമൗണ്ട്, അവയുടെ പലിശ നിരക്കും തുല്യമായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അവയുടെ സാധാരണ പലിശയും കൂട്ടുപലിശയുടെ നിരക്ക് സെയിം ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു ലഭിക്കുന്ന എമൗണ്ടുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് P × R/100 ഹോൾ സ്ക്വയർ. റൈറ്റ്, ഇതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ.